നമസ്കാരം. നാളെ കന്നി ആയില്യമാകുന്നു. ഒരു വർഷത്തിൽ 2 ആയില്യം നാളുകൾക്ക് അതീവ പ്രാധാന്യം നൽകപ്പെടുന്നതാണ്. ഒന്ന് തുലാമാസത്തിലെ ആയില്യവും പിന്നീട് കന്നിയിലെ ആയില്യവുമാകുന്നു. ഇതിൽ ലോകപ്രസിദ്ധമായ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിൽ വളരെയേറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത് തുലാമാസത്തിലെ ആയില്യമാകുന്നു. കന്നിയിലെ ആയില്യവും ഒരേപോലെ പ്രാധാന്യം നൽകുന്നതുമാണ്. ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം വിശേഷാൽ പൂജകൾ നടത്തുന്നതുമാണ്. ശ്രീ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസത്തിന് വളരെ പ്രാധാന്യം തന്നെ നൽകുന്നതുമാണ്. നാളെ ശ്രീ അനന്തനാഗം അഥവാ ശ്രീ നാഗരാജാവിന്റെ പിറന്നാൾ തന്നെയാകുന്നു എന്നാണ് വിശ്വാസം. ഇതിനാൽ സർപ്പപ്രീതിക്കായി ആരാധന നടത്തുവാൻ ഏറ്റവും ഉത്തമമാണ് കന്നിമാസത്തിലെ ആയില്യം. നാഗാരാധനയിൽ എല്ലാ മാസവും വരുന്ന ആയില്യത്തിന് പ്രാധാന്യമുണ്ട്. എന്നിരുന്നാൽ പോലും കന്നിമാസത്തിലെ ആയില്യത്തിന് കൂടുതൽ പ്രാധാന്യം വന്ന് ചേരുന്നതാകുന്നു. ഇതേക്കുറിച്ചും നാളെ ഉറങ്ങുന്നതിന് മുൻപ് എഴുതേണ്ടതായ വാക്കിനെ കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നാളത്തെ ആയില്യത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കുക. പിതൃപക്ഷത്തിൽ വരുന്ന ആയില്യമാണ് നാളെ. കൂടാതെ ഏകാദശിയും കൂടാതെ ശനിയാഴ്ചയും വരുന്ന ആയില്യം എന്ന പ്രത്യേകതയുണ്ട്. മഹാവിഷ്ണു ഭഗവാന്റെ നാഗമാണ് സാക്ഷാൽ ആദിശേഷ നാഗം. അതിനാൽ ഈ ദിവസം അത്യപൂർവം തന്നെയാകുന്നു. ഇരട്ടി ഫലമാണ്. ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും അഥവാ നല്ല കാര്യം ചെയ്താലും അത് മോക്ഷം ലഭിക്കുന്നതിനും ഇരട്ടി ഫലം ലഭിക്കുന്നതിനും സഹായകരമായി തീരും. സൽക്കർമ്മം ചെയ്യുന്നവർക്ക് 10 മടങ്ങ് ഗുണഫലങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരും. എന്നാൽ ദുഷ്കർമ്മങ്ങൾ ഇന്നേ ദിവസം ചെയ്താൽ ഇരട്ടി തിരിച്ചടികൾ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കന്നിമാസത്തിലെ ആയില്യത്തിൽ സന്താന സൗഭാഗ്യം, കുടുംബ ഐശ്വര്യം, രോഗപീഠകൾ എന്നിവയിൽ നിന്നും മോചനവും ഉദ്ദിഷ്ടകാര്യസിദ്ധി തുടങ്ങിയ ഫലങ്ങളും നാഗപ്രീതിയാൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. എന്നാൽ നാളെ ചില തെറ്റുകൾ ചെയ്യാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വലിയ ദോഷം തന്നെയാകുന്നു. ഇവ എപ്രകാരമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. കുളിക്കാതെ ദേഹശുദ്ധി നാളെ അനിവാര്യം തന്നെയാകുന്നു. കിടപ്പ് രോഗികളെ പോലും ഇന്നേ ദിവസം ചെറു ചൂടുജലത്തിൽ വെള്ളത്തിൽ തുടപ്പിക്കണം എന്നാണ് പറയുക. അല്പം കല്ലുപ്പ് അല്ലെങ്കിൽ മഞ്ഞൾ ചേർത്ത ജലത്തിൽ അതിരാവിലെ കുളിക്കുന്നതിലൂടെ രോഗദുരിതങ്ങൾ ഒഴിയുന്നതിനും ആരോഗ്യം വർദ്ധിക്കുന്നതിനും ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനോ വന്നു ചേരുന്നതിനോ സഹായകരമായി തീരും. ഭാഗ്യം പോലും നിങ്ങൾക്ക് വർദ്ധിക്കാം. കൂടാതെ ദേഷ്യം, ദുഷ്ചിന്തകൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നാഗരാജാവ് കൂടെയുണ്ട് എന്ന കാര്യം എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ധരിക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ കൂട്ടിയിടരുത്. അഥവാ ഇന്നേ ദിവസം മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടുകളിൽ കൂട്ടിയിടുന്നത് ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വീടുകളിൽ മുഷിഞ്ഞ വസ്ത്രം ഉണ്ട് എങ്കിൽ അലക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് രോഗദുരിതങ്ങളും കടബാധ്യതകളും വിട്ടൊഴിയാതെ പിന്തുടരുന്നതിനോ അത്തരം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനോ കാരണമായി തീരാം. മൃഗങ്ങളെ ഒരിക്കലും ഇന്നേ ദിവസം ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല. ആഹാരം, ജലം നൽകുക. പ്രത്യേകിച്ചും മീനുകൾക്കും പക്ഷികൾക്കും കാക്ക, നായ തുടങ്ങിയ ജീവികൾക്കും ഇന്നേ ദിവസം ആഹാരം നൽകുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അന്നദാനം നടത്തുന്നത് അതീവ ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പ്രത്യേകിച്ചും വീട്ടിലെ ചെടികൾ, വൃക്ഷങ്ങളെ ഇന്നേ ദിവസം പരിപാലിക്കുന്നതും അതീവ ശുഭകരമായ കാര്യമാകുന്നു. നാഗപ്രീതിയാൽ സമ്പൽ സമൃദ്ധി ആ വീടുകളിലേക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും നാളെ വീടുകളിലേക്ക് ചില വസ്തുക്കൾ കൊണ്ടുവരുന്നത് ശുഭകരമാണ്. നാളെ മഞ്ഞൾ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. തെങ്ങിൻ പൂക്കുല കൊണ്ടുവരുന്നതും സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാകുന്നു. മധുരം വീട്ടിൽ പാചകം ചെയ്യുന്നതും മധുരം വീടുകളിൽ കൊണ്ടുവരുന്നത് പോലും അതീവ ശുഭകരം തന്നെയാണ്. നാളെ സമർപ്പിക്കേണ്ട പുഷ്പങ്ങളെക്കുറിച്ചും മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ടതായ നാമങ്ങളെക്കുറിച്ചും വിശദമായ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രദ്ധിക്കുക. 2 നേരം മറക്കാതെ വീടുകളിൽ വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു.
ഇനി രാത്രി ഉറങ്ങുന്നതിന് മുൻപ് എഴുതേണ്ടതായ പ്രധാനപ്പെട്ടതായ ആ വാക്കിനെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. രാത്രി കിടക്കും മുൻപ് ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യം ചെയ്യുക. കന്നി ആയില്യം ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. നാളെ അപൂർവങ്ങളിൽ അത്യപൂർവമായ ആയില്യം തന്നെയാണ്. പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഫലം വന്നു ചേരുവാൻ സഹായകരമായ ദിവസം തന്നെയാകുന്നു. എന്ത് കാര്യം നടക്കണമോ ആ കാര്യം നടന്നതായി ചിന്തിച്ച് ഇനി പറയും വിധം വെളുത്ത പേപ്പറിൽ എഴുതുക. 3 തവണ എഴുതുക. ഓം ആദിശേഷായ നമഃ എന്ന് 3 തവണ എഴുതുക. ഓം ആദിശേഷായ നമഃ, ഓം ആദിശേഷായ നമഃ എന്ന് 3 തവണ എഴുതുക. തെറ്റാതെ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ എഴുതണം. ശേഷം മടക്കി വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. കാര്യം നടന്നതിന് ശേഷം അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ഈ പേപ്പർ സമർപ്പിക്കുക. ഭണ്ഡാരത്തിലാണ് എങ്കിലും സമർപ്പിക്കാം. വഴിപാട്: വർഷത്തിൽ ഒരിക്കൽ നടത്തിയാൽ വർഷം മുഴുവൻ ഫലം നൽകുന്നതായ വഴിപാട്. നാളെ സാധിക്കുന്നവർ ഈ വഴിപാട് ചെയ്യുക. പാൽപായസ നിവേദ്യം നടത്തുക. അതോടൊപ്പം എണ്ണ സമർപ്പണം. ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിനും സർവ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നതിനും സഹായകരമാണ്. വാസ്തുദോഷം പോലും ഇല്ലാതാകുന്നതിന് സഹായകരമാകുന്നു. ഒരു വർഷം മുഴുവൻ നാഗരാജാവ് കാവലായി ഉണ്ടാവുക തന്നെ ചെയ്യും. കൂടാതെ പാലും നൂറും നടത്തുന്നതും ആയില്യപൂജ നടത്തുന്നതും അതിവിശേഷം തന്നെയാകുന്നു. ഈ വഴിപാടും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഈ പരാമർശിച്ചിരിക്കുന്ന വഴിപാടുകളിൽ ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും നിങ്ങൾ നടത്തുവാൻ ശ്രമിക്കുക. എന്നാൽ പാൽപായസ നിവേദ്യവും എണ്ണ സമർപ്പണവും ഒരുമിച്ച് നടത്തേണ്ടതായ വഴിപാടാകുന്നു. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യുക.